ഹായ്, രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇതാക്കണ് ഒരു കോളിഫ്ലവർ ഇതാ അവിടെ എടുത്ത് വെച്ചിക്കണ്. അപ്പോൾ അതൊന്നേ ചിക്കൻ പൊരിച്ച ടേസ്റ്റിൽ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ അതാ ഗ്യാസുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒന്ന് മഞ്ഞപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഇത് അതിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചോയ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ല കേട്ടോ. സംഭവം പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്കും ഇക്കാക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒറ്റ ഒന്നെടുത്ത് അങ്ങോട്ട് തിന്നു. പൊതുവേ എനിക്കിത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടവർക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ഇടണമായിരുന്നു, പക്ഷെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറും മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ട് അതൊന്ന് അവിടെ മൂടി വെച്ചിട്ട് പിന്നെ അടുക്കള ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് മസാല പെരക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് തോല് പൊളിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു കുഞ്ചിയിലിട്ടൊന്ന് ചതച്ച് കുത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതും അവിടെ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് വന്നപ്പം കുറേ കവറൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. നാസിമോൻക്ക് സെറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പോയി വാങ്ങിക്കൊണ്ടുവന്നതേനു കേട്ടോ. അപ്പോൾ അതിന് ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊടുത്തു. ഇക്ക തന്നെ പോയിട്ട് വേറെ വാങ്ങി മാറ്റിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് സാധനമായാലും വാങ്ങിക്കൊണ്ടുവന്നാൽ ഒന്ന് ഇട്ട് നോക്കിയാലല്ലേ ഇപ്പോൾ ഞമ്മക്കായാലും കുട്ടികൾക്കായാലും അതൊന്ന് ഇട്ട് നോക്കുമ്പോഴല്ലേ ഓർക്കൊരു ഇതങ്ങോട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ നാസിമോൻക്ക് അതൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. ക്രിസ്മസ് അപ്പൂപ്പൻ നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുട്ടി തന്നെ ഇതാ കണ്ണാടീൻ്റെ മുന്നിലൊക്കെ പോയി ഒന്ന് നോക്കി ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ ഇട്ട് വെച്ച സാധനം ഒക്കെ ഒന്ന് സെറ്റായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാനെ കൊണ്ട് തന്നെ മസാലയൊക്കെ ഒന്ന് പെരക്കിപ്പിച്ച് ഒന്ന് പൊരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എപ്പോഴും ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇക്ക ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ഇക്കാക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഒന്ന് ഇതാ ഫുഡിൻ്റെ പണി തന്നെയാണ്. കല്യാണം പുരയക്കൂടൽ കാര്യങ്ങൾ അങ്ങനെ ഫുഡ് വെക്കാൻ പോവലുണ്ട്. പിന്നെ ജീപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ജീപ്പ് നമ്മളെ ടാക്സി ജീപ്പാണ്. അതിൽ ഓട്ടമുള്ളപ്പം അതിലും പോവലുണ്ട്. അത് തന്നെയാണ് കേട്ടോ ഇക്കാൻ്റെ ജോബ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ മസാലയൊക്കെ ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ, പിന്നെന്താണ് അതൊക്കെ തന്നെ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കാശ്മീരി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല ഒന്ന് പെരക്കിയിട്ട് ഇതാ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറികളും ഒക്കെ ഒന്ന് ചൂടാക്കി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബായ്.